കുട്ടി സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കഥകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പുതിയൊരു കഥയുമായി എത്തിയിരിക്കുകയാണ്. കഥ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം കഥകൾ ഇഷ്ടമുള്ളവർക്കായി ഷെയർ ചെയ്യുക കൂടി വേണേ. ഇനി കഥയിലേക്ക്. ചിരുതക്കാട്. സ്കൂളിൽ നിന്നും തിരികെ വന്നപ്പോഴേ തോളിൽ കിടന്ന ബാഗ് മേശയിലേക്ക് ഒറ്റയേറായിരുന്നു അച്ചു. അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. 10ാം ക്ലാസ് എന്ന വൻകടമ്പയായ പരീക്ഷ ഇന്നത്തോടുകൂടി കഴിഞ്ഞുകിട്ടി. ഇനി അടിച്ചു പൊളിച്ച് നടക്കണം, അവൻ മനസ്സിൽ കരുതി. നാളെ ഒരേ ഒരു അമ്മാവനായ ഗിരീഷ് എത്തും. അമ്മ വീട്ടിലെ കാവിൽ മറ്റേനാൾ മുതൽ ഉത്സവം തുടങ്ങുകയാണ്. അമ്മാവനോടൊപ്പം നാളെ അവിടേക്ക് പോകണം. ഉത്സവപ്പറമ്പിൽ അവിടുത്തെ കൂട്ടുകാരോടൊപ്പം തിമിർത്ത് നടക്കണം. അച്ചുവിൻ്റെ മനസ്സിൽ സന്തോഷം മുളപൊട്ടി. വന്ന ഡ്രസ്സ് പോലും മാറാതെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന അച്ചു അമ്മ ഗിരിജ വന്നതുപോലും അറിഞ്ഞിരുന്നില്ല. എന്താ മോനെ ഇത്ര സന്തോഷം? പരീക്ഷയൊക്കെ എളുപ്പമായിരുന്നോ? ഗിരിജ ചോദിച്ചു. അവൻ സ്വപ്നത്തിൽ നിന്നും ഉണർന്നു. പരീക്ഷയൊക്കെ റിസൾട്ട് വരുമ്പോൾ അറിയാമേ, ഇപ്പോഴേ ഞാൻ നാളെ പോകുന്ന ത്രില്ലിലാ, അവൻ പറഞ്ഞു. പോകുന്നതൊക്കെ കൊള്ളാം, അടങ്ങി ഒതുങ്ങി നിന്നോണം അവിടെ, അല്ലെങ്കിലേ അച്ഛൻ വിടില്ല, പറഞ്ഞേക്കാം, ഗിരിജ താക്കീത് ചെയ്യും പോലെ പറഞ്ഞു. അതൊക്കെ ശരിയമ്മേ. അവൻ അമ്മയുടെ കവിളിൽ തലോടിയിട്ട് കുളിക്കുവാനായി കയറി. രാവിലെ 10 മണിയായപ്പോഴേക്കും അമ്മാവനെത്തി. അച്ചു അതീവ സന്തോഷത്തോടെ തൻ്റെ ഡ്രസ്സുകൾ പാക്ക് ചെയ്ത് ബാഗിലാക്കി. മോനെ സൂക്ഷിക്കണം കേട്ടോ, എവിടെ പോയാലും അമ്മാവനോട് പറഞ്ഞിട്ടേ പോകാവൂ, ഗിരിജ സ്നേഹത്തോടെ അവൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം ചേച്ചി, മറുപടി പറഞ്ഞത് ഗിരീഷായിരുന്നു. അമ്മയോട് യാത്ര പറഞ്ഞിട്ട് അവൻ ഇറങ്ങി. നഗരപ്രദേശത്തു നിന്നും നാട്ടിൻപുറത്തിൻ്റെ നന്മകളിലേക്ക് അച്ചുവിൻ്റെ യാത്ര. പച്ച വിരിച്ച നെൽപ്പാടങ്ങളും പുഴകളും കാട്ടരുവികളും കാവും തെങ്ങിൻ തോപ്പുകളുമെല്ലാം നിറഞ്ഞ സുന്ദരമായ ഒരു ഗ്രാമമായിരുന്നു അരുണാപുരം. അവിടമായിരുന്നു അച്ചുവിൻ്റെ അമ്മ വീട്. ഏക്കർ കണക്കിന് വരുന്ന സർക്കാർ വക വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമം. നഗരത്തിൻ്റെ കാപട്യങ്ങളില്ലാത്ത പഴമയിലും ആചാരങ്ങളിലും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പറ്റം ആളുകൾ വസിക്കുന്ന ഭൂമിയിലെ സുന്ദരമായ സ്വർഗം. പഴയ ഒരു ഓടിട്ട കെട്ടിടമായിരുന്നു അച്ചുവിൻ്റെ തറവാട്. പടിപ്പുരവാതിലും അറയും നിരയും എല്ലാമുള്ള ഒരു 4 കെട്ട്. വിശാലമായ മുറ്റം, വൃക്ഷലതാദികൾ ഇടതൂർന്നു നിൽക്കുന്ന തൊടികൾ, തെങ്ങും കവുങ്ങും എന്നുവേണ്ട എല്ലാ വൃക്ഷങ്ങളും അവിടെയുണ്ട്. ആ മുറ്റത്തേക്ക് നടന്നെത്തിയപ്പോൾ AC-യിലേക്ക് കയറിയ ഫീലായിരുന്നു അച്ചുവിന്. അച്ചുവിനെ കണ്ടതും അമ്മൂമ്മ ശാരദ ഓടിവന്ന് അവൻ്റെ കരം കവർന്നു. തൊടിയിലെ കുളത്തിൽ വിശാലമായ ഒരു കുളി പാസാക്കി എത്തുമ്പോഴേക്കും വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. തനി സദ്യ എന്നു തന്നെ പറയാം. അമ്മായിയുടെ വകയായിരുന്നു എല്ലാം. ഭക്ഷണത്തിന് ശേഷം അവൻ ഒന്ന് മയങ്ങാനായി മുറിയിലേക്ക് കയറി. അച്ചു ഉറക്കമുണർന്നപ്പോഴേക്കും സമയം സന്ധ്യയായിരുന്നു. അമ്മാവൻ കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നു. ആഹാ, മോൻ ഉണർന്നോ? ഞാൻ വിളിക്കാൻ തുടങ്ങുമായിരുന്നു, അമ്മായി പറഞ്ഞു. ഞാൻ അമ്പലത്തിലേക്ക് പോവുക, മോൻ വരുന്നുണ്ടോ? ഗിരീഷ് അവനോടായി ചോദിച്ചു. അവൻ വരാമെന്ന് തലയാട്ടി. അമ്മായി കൊണ്ടുവന്ന ചായയും കുടിച്ച് ഒന്ന് മേല് കഴുകിയ ശേഷം അവൻ പെട്ടെന്ന് തന്നെ പുറപ്പെടാൻ തയ്യാറായി. വീട്ടിൽ നിന്നും കഷ്ടിച്ച് 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അമ്പലത്തിലേക്ക്. ഗിരീഷിനോടൊപ്പം നടന്നാണ് അച്ചു അമ്പലത്തിലേക്ക് പോയത്.
നടക്കുന്നതിനിടയിൽ ഓരോ ആളുകളോടും കുശലം പറഞ്ഞാണ് ഗിരീഷിൻ്റെ യാത്ര. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിൻ്റെ ഒരു വശം കൊടും കാടാണ്. പണ്ട് ക്ഷേത്രമിരുന്ന പ്രദേശവും വനത്തിൻ്റെ ഭാഗമായിരുന്നെന്നും കാട്ടിൽ വിറകു ശേഖരിക്കാൻ വന്നവർ അവിടെ നിന്നും കിട്ടിയ വിഗ്രഹമാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെന്നുമാണ് കഥകൾ. വനം സ്ഥിതി ചെയ്യുന്ന പ്രദേശം ചിരുതക്കാട് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ചിരുത എന്നു പേരുള്ള പെൺകുട്ടിയെ അവിടുത്തെ വലിയ ജന്മിയായിരുന്ന പ്രതാപവർമ്മ കൊന്ന് കുഴിച്ചു മൂടിയത് ആ കാട്ടിലാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആരും ആ ഭാഗങ്ങളിലേക്കൊന്നും പോകാറേയില്ലായിരുന്നു. വളരെ കൊല്ലങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണെങ്കിലും ഇപ്പോഴും ചിരുതയുടെ ആത്മാവ് ഗതി കിട്ടാതെ ആ കാട്ടിൽ അലയുന്നുണ്ടെന്നാണ് നാടെങ്ങുമുള്ള വിശ്വാസം. പ്രതാപവർമ്മയുടെ കുടുംബത്തിന് ഇപ്പോഴും യക്ഷീശാപമുണ്ടെന്നും പറയപ്പെടുന്നു. ആ കുടുംബത്തിൽ ആൺതരികൾ വാഴാറില്ലെന്നും പറയുന്നുണ്ട്. പ്രതാപവർമ്മയുടെ കൊച്ചുമകൻ ഈ അടുത്ത കാലത്താണ് ആക്സിഡൻറ്റിൽ മരിച്ചത്. രാത്രിയിൽ കാറ് മരത്തിലിടിച്ചാണ് മരണം. ഏതായാലും ചിരുതക്കാട് അവിടെയുള്ളവരുടെ പേടി സ്വപ്നമായി ഇപ്പോഴും തുടരുന്നു. അച്ചുവും ഗിരീഷും ക്ഷേത്രമുറ്റത്ത് എത്തുമ്പോഴേക്കും കൊടിയേറ്റിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ക്ഷേത്രമുറ്റത്ത് ആളുകൾ നിറഞ്ഞിരുന്നു. അച്ചു ചുറ്റിനും കണ്ണോടിച്ചു. അപ്പോഴാണ് അവനത് കണ്ടത്. അവനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അവൻ്റെ കളിക്കൂട്ടുകാരായ കണ്ണനും സന്ദീപും നിൽക്കുന്നു. അച്ചുവിന് സന്തോഷമായി. അവൻ ഗിരീഷിനോട് പറഞ്ഞിട്ട് കൂട്ടുകാർ നിൽക്കുന്നിടത്തേക്ക് പോയി. കുറേ നാളുകൾക്ക് ശേഷമാണ് അച്ചു അവരെയെല്ലാം കാണുന്നത്. സന്ദീപും കണ്ണനും സന്തോഷത്തോടെ അവനെ ആശ്ലേഷിച്ചു. പരസ്പരം വിശേഷങ്ങൾ പങ്കുവച്ചും തമാശകൾ പറഞ്ഞും അവർ സമയം പോക്കി. അച്ചു, നാളെ നീ എപ്പോൾ വരുവടാ അമ്പലത്തിൽ? കണ്ണൻ ചോദിച്ചു. നാളെ ഈ സമയത്തെത്താം, അച്ചു പറഞ്ഞു. അപ്പോഴേക്കും അമ്പലത്തിലെ പരിപാടികൾ കഴിഞ്ഞ് ഗിരീഷും ഇറങ്ങിയിരുന്നു. അത്താഴത്തിന് എല്ലാവരും ഒരുമിച്ചാണ് ഇരുന്നത്. നാളെ താലപ്പൊലി ഘോഷയാത്രയുണ്ട് അമ്പലത്തിലേക്ക്, കേട്ടോ മോനെ, ഗിരീഷ് അച്ചുവിനോടായി പറഞ്ഞു. നമ്മുടെ കവലയിൽ നിന്നും താലപ്പൊലിയുമായി സ്ത്രീകളും കുട്ടികളുമടക്കം വരുന്ന ജനങ്ങളെല്ലാം അമ്മയുടെ നടയിലേക്ക് ഗജരാജ അകമ്പടിയോടെ നടത്തുന്ന യാത്രയാണത്. മോൻ ആദ്യമായിട്ടല്ലേ? ശാരദാമ്മ ഗിരീഷ് പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്തു. നമുക്കെല്ലാവർക്കും കൂടി വൈകിട്ട് പോകാം മോനെ, ഗിരീഷ് പറഞ്ഞുകൊണ്ട് കൈ കഴുകാനായി എഴുന്നേറ്റു. പുലർച്ചെ അമ്മായി വന്ന് കതകിൽ തട്ടിയപ്പോഴാണ് അച്ചു ഉണർന്നത്. സമയം 7 മണി കഴിഞ്ഞു. മോനെ അച്ചു, ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാവേ, നിനക്കുള്ള ഭക്ഷണം ടേബിളിൽ മൂടി വെച്ചിട്ടുണ്ട്. അതും പറഞ്ഞ് അവർ ധൃതിയിൽ നടന്നു. അച്ചു എഴുന്നേറ്റ് ബ്രഷ് എടുത്തുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി. തൊടിയിലാകെ ചുറ്റി നടന്നുകൊണ്ട് അവൻ പല്ലു തേച്ചു. നല്ല പഞ്ഞി പോലുള്ള ഇഡലി സാമ്പാറിൽ മുക്കി കഴിക്കുമ്പോഴാണ് അച്ചു പിന്നിൽ നിന്നും ഗിരീഷിൻ്റെ ശബ്ദം കേട്ടത്. മോനെ, അമ്പലത്തിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഞാൻ പോയിട്ട് ഉച്ചക്കെത്താം, അതിനുശേഷം എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാം. അതും പറഞ്ഞ് ഗിരീഷ് പെട്ടെന്ന് പുറത്തേക്ക് പോയി. അച്ചു ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. തൻ്റെ മുറിക്കുള്ളിൽ ഒരു വലിയ അലമാര ഇരിക്കുന്നത് അച്ചുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ പതിയെ എഴുന്നേറ്റ് അത് തുറന്നു നോക്കി. അതിൽ കുറേ പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചിരുതക്കാട് എന്ന വലിയ തലക്കൊട്ടോടു കൂടിയ ഒരു മുഷിഞ്ഞ പുസ്തകം അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തായാലും വൈകുന്നേരമല്ലേ അമ്പലത്തിൽ പരിപാടി, അതുവരെ സമയം പോകാൻ ഒരു കാര്യമായി എന്ന് മനസ്സിലോർത്തുകൊണ്ട് അവൻ പുസ്തകം തുറന്നു. പ്രതാപവർമ്മയും പരിവാരങ്ങളും കാട്ടിൽ നായാട്ടിന് പുറപ്പെടുന്നു. ശാന്തമായി ഒഴുകുന്ന കാട്ടരുവി മുറിച്ചു കടന്നാൽ കൊടും കാടാണ്. നാട്ടിലെ ജന്മിയായ പ്രതാപവർമ്മ എന്തുതന്നെ ആഗ്രഹിച്ചാലും നടത്തിക്കൊടുക്കാൻ ഇടംവലം ആളുകളുണ്ട്. ക്രൂരതയുടെ പര്യായമാണ് അയാൾ.
6 അടിയിലധികം ഉയരവും ബലിഷ്ഠമായ ശരീരവുമുള്ള ഒരു അതികായനാണ് വർമ്മ. അയാൾ കാടിനുള്ളിൽ കടന്നാൽ പിന്നെ ഒരു ജീവിക്കും രക്ഷയില്ല. മുന്നിൽ വന്നുപെടുന്ന ജീവികളെല്ലാം അയാളുടെ തോക്കിൻ കുഴലിനിരയാകും. പതിവ് പോലെ അന്നും രാത്രിയിൽ അയാൾ വേട്ടക്കിറങ്ങി. അംഗരക്ഷകരായ അയ്യപ്പനും ധർമ്മരാജനും ഇടംവലം കൂടെയുണ്ട്. കണ്ണിൽ കണ്ട മൃഗങ്ങളെയെല്ലാം കൊന്നു വീഴ്ത്തി തട്ടഹസിച്ചുകൊണ്ട് അയാൾ വേട്ട തുടങ്ങി. പെട്ടെന്നാണ് ഉൾക്കാട്ടിലെ അരുവിയിൽ നിന്നും എന്തോ ശബ്ദം കേട്ടത്. വർമ്മയുടെ കണ്ണുകൾ കുറുകി. ശബ്ദം കേട്ട ദിക്കിലേക്ക് അയാൾ കാതുകൾ കൂർപ്പിച്ചു. അവിടെ ആരാണെന്ന് പോയി നോക്കിനടാ, വർമ്മ ആജ്ഞാപിച്ചു. യജമാനന്റെ ആജ്ഞയ്ക്കായി കാതോർത്തു നിന്ന അയ്യപ്പനും ധർമ്മരാജനും ശബ്ദം കേട്ട ദിക്കിലേക്ക് പാഞ്ഞു. ആകെയുണ്ടായിരുന്ന മൺകുടം കല്ലിൽ വീണ് പൊട്ടിയതിൻ്റെ വിഷമത്തിൽ നിൽക്കുകയായിരുന്നു ചിരുത. ഒരു പാവം കാട്ടുവാസി പെണ്ണ്. പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന വസ്തുക്കൾ ശേഖരിച്ച് കാട്ടിൽ ജീവിക്കുന്ന കാടിൻ്റെ മക്കളിൽ ഒരുവൾ. അരുവിയിൽ നിന്നും വെള്ളം മുക്കുവാനായി വന്നതാണവൾ. അവളുടെ കൂടപ്പിറന്നവനായ പൊന്നനുമുണ്ട്. ചിരുത. ഏകദേശം 17 വയസ്സ് പ്രായം കാണും അവൾക്ക്. നിറം കറുപ്പാണെങ്കിലും ആരും കൊതിക്കുന്ന മെയ്യഴക്. കാടിൻ്റെ സുന്ദരി. നേരത്തെ അവളുടെ കയ്യിലെ കുടം വീണുടഞ്ഞ ശബ്ദമായിരുന്നു വർമ്മയും കൂട്ടരും കേട്ടത്. അരുവിയിലേക്ക് വിഷാദഭാവത്തോടെ നോക്കി നിന്ന ശേഷം തിരികെ നടക്കാനൊരുങ്ങിയ ചിരുതയുടെ മുന്നിൽ തടസ്സമായി ഒരാൾ അപ്പോഴേക്കും എത്തിയിരുന്നു. അയ്യപ്പൻ. ആരാടി നീ? അയ്യപ്പൻ ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു. മറുപടിയൊന്നും ഉണ്ടായില്ല. മുന്നിൽ ഒരു അപരിചിതനെ കണ്ട ചിരുത ഭയന്നു പോയിരുന്നു. അവരുടെ വിഹാര കേന്ദ്രമായ കാട്ടിലേക്ക് നാട്ടിൽ നിന്നൊരാൾ എത്തുന്നത് ആദ്യമായി അവൾ കാണുകയായിരുന്നു. അവളുടെ കണ്ണുകൾ സിംഹത്തെ കണ്ട മാൻപേടയെപ്പോലെ പിടഞ്ഞു. പൊന്നൻ കാട്ടിലെവിടെയോ ഓടി മറഞ്ഞു കഴിഞ്ഞിരുന്നു. അയ്യപ്പൻ്റെ തൊട്ടു പിന്നാലെയായി ധർമ്മരാജനും ഒടുവിലായി ശ്രീമാൻ പ്രതാപവർമ്മയും എത്തിയിരുന്നു. ധർമ്മരാജൻ റാന്തൽ വിളക്ക് കൊളുത്തി. കാടിൻ്റെ നടുവിൽ പ്രകാശം പരന്നു. ഇപ്പോഴാണ് വർമ്മ തൻ്റെ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ ശ്രദ്ധിച്ചത്. അയാളുടെ കണ്ണുകൾ അവളുടെ ശരീരത്തിലൂടെ ഇഴഞ്ഞു. വർമ്മ ചുറ്റിനുമൊന്നു നോക്കി. മറ്റാരും അവിടെയെങ്ങും ഇല്ലെന്ന് ഉറപ്പുവരുത്തി. എന്താടി കൊച്ചേ നിന്റെ പേര്? വർമ്മയുടെ ഉറച്ച ശബ്ദം കാട്ടിനുള്ളിൽ മുഴങ്ങി. ചിരുത. അവൾ വിറച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. വർമ്മ ചിരിച്ചു. അയാളുടെ ചിരി അവിടെ മാകെ മുഴങ്ങി. ധർമ്മരാജനും അയ്യപ്പനും അവളെ നോക്കി അട്ടഹസിച്ചു. വർമ്മ അയ്യപ്പനെ നോക്കി കണ്ണുകൾ കൊണ്ട് ഒരാംഗ്യം കാണിച്ചു. പേടിച്ചു വിറച്ചു നിന്ന ചിരുതയുടെ ഇരു കരങ്ങളും അയ്യപ്പൻ കാട്ടുവള്ളി കൊണ്ട് ബന്ധിച്ചു. അവൾ കുതിരാനൊരു ശ്രമം നടത്തി. വർമ്മ മുന്നോട്ട് വന്ന് ഒറ്റ കൈയാൽ അവളെ എടുത്തു തോളിൽ കിടത്തി. അവൾ കാലുകളിട്ടടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. തമ്പ്രാ, ഞങ്ങളെ ഒന്നും ചെയ്യല്ല അമ്പ്രാ, ഞങ്ങൾ പാവങ്ങളാ. നിന്നെ ഒന്നും ചെയ്യില്ലടി, വർമ്മ ഒരു വഷളൻ ചിരിയോടെ പറഞ്ഞു. വർമ്മ അവളെയും കൊണ്ട് വനമധ്യത്തിലുള്ള ഒരു പാറയുടെ മുകളിലേക്ക് കയറി. അവിടെ നിന്നാൽ ആകാശം കാണാമായിരുന്നു. നല്ല നിലാവെളിച്ചം പരന്നൊഴുകുന്നു. പാറയുടെ മുകളിലെ കുറ്റിക്കാടിനപ്പുറത്തേക്ക് വർമ്മ അവളെയും കൊണ്ട് അപ്രത്യക്ഷനായി. അവളുടെ ചെറുത്തുനിൽപ്പും പ്രതിരോധവും വനത്തിൻ്റെ വന്യതയിൽ അലിഞ്ഞ് ഇല്ലാതെയായി. പാറയുടെ മുകളിൽ നിന്നും തിരികെ ഇറങ്ങിയ വർമ്മ ഒറ്റയ്ക്കായിരുന്നു. അവളെവിടെ എമ്പ്രാ? ധർമ്മരാജൻ ചോദിച്ചു. ചത്തെന്ന് തോന്നുന്നടാ, ചുണ്ടുകൾ തുടച്ചുകൊണ്ട് വർമ്മ പറഞ്ഞു. അയ്യപ്പനും ധർമ്മരാജനും റാന്തലുമായി പാറയുടെ മുകളിലേക്ക് കയറി. നിലാവെളിച്ചം മങ്ങിത്തുടങ്ങിയിരുന്നു. കുറ്റിക്കാടിനപ്പുറത്ത്
വിവസ്ത്രയായി ചിരുത കിടപ്പുണ്ട്. ധർമ്മരാജൻ അവളുടെ മൂക്കിൽ കൈ ചേർത്തു. ശ്വാസമില്ല. അയാൾ ഒരു പക്ഷിക്കുഞ്ഞിനെ എടുത്തുയർത്തുന്ന ലാഘവത്തോടെ അവളെ പൊക്കിയെടുത്തു. താഴെ നിന്നിരുന്ന വർമ്മ ധർമ്മരാജനെ നോക്കി. അവിടെയെങ്ങാനും കളഞ്ഞിട്ട് വാടാ, വർമ്മ പറഞ്ഞു. ധർമ്മരാജൻ അവളുടെ ജഡവുമായി പാറയിടുക്കിലെ ഗുഹയുടെ അകത്തേക്ക് കയറി. തൊട്ടു പിന്നാലെ വെളിച്ചവുമായി അയ്യപ്പനുമുണ്ടായിരുന്നു. ഗുഹയിലൂടെ കുറേ ദൂരം സഞ്ചരിച്ച് ഒരു പാറയുടെ ഇടുക്കിലേക്ക് ശവം ഉപേക്ഷിച്ച് അവർ ഗുഹയിൽ നിന്നും ഇറങ്ങി. ആർക്കും ശല്യമാകാതെ കാടിൻ്റെ തണലിൽ വളർന്ന കാനനപുത്രി അങ്ങനെ ആ പാറയിടുക്കിൽ അന്ത്യവിശ്രമം കൊണ്ടു. വിജയശ്രീലാളിതരായി വേട്ട കഴിഞ്ഞ് വർമ്മയും സംഘവും കാട്ടിൽ നിന്നും മടങ്ങി. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അവർ വേട്ടയ്ക്ക് പോയത്. പതിവ് പോലെ അയ്യപ്പനും ധർമ്മരാജനും വർമ്മയും കാട്ടിലേക്ക് കടന്നു. തിരനിറച്ച തോക്കുകളുമായി കടന്ന സംഘം ഉൾക്കാട്ടിലെത്തി. ഇന്ന് പതിവിലും കൂടുതലായി ഇരുട്ട് മൂടിയിട്ടുണ്ടായിരുന്നു. എന്നും കാണാറുള്ള നിലാവെളിച്ചം ഇന്നില്ല. കാട് പതിവിലും നിശബ്ദമായിരുന്നു. മൃഗങ്ങളുടെ ശബ്ദങ്ങളോ ഓട്ടപ്പാച്ചിലുകളോ ഇല്ല. ഭയാനകമായ ഒരു നിശബ്ദത അവിടെയെങ്ങും തളം കെട്ടി. 3 പേരുടെയും കാൽ കീഴിൽപ്പെട്ട് ഉണങ്ങിയ കരിയിലകൾ ഞെരിയുന്ന ശബ്ദം വളരെ ഉച്ചസ്ഥായിയിൽ കേൾക്കാമായിരുന്നു. പൊടുന്നനെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് അരുവിയിലെ ജലത്തിലേക്ക് ഭാരമുള്ള എന്തോ വന്നു വീണു. ആ ശബ്ദം കേട്ട് മൂവരും ഒന്ന് ഞെട്ടി. വർമ്മ ആംഗ്യഭാഷയിൽ ധർമ്മരാജനോട് പോയി നോക്കുവാൻ ആവശ്യപ്പെട്ടു. ധർമ്മരാജൻ മാർജാരപാദങ്ങളോടെ ശബ്ദം കേട്ട ദിക്ക് ലക്ഷ്യമാക്കി നടന്നു. കൂരാക്കൂരിരുട്ടായിരുന്നു. ഇതുവരെ നായാട്ടിനിറങ്ങിയിട്ട് ഇത്രയും ഇരുട്ട് അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ലായിരുന്നു. സ്ഥിരം വരുന്ന വഴിയായതിനാൽ ആ ഇരുട്ടിലും അയാൾക്ക് വഴിതെറ്റിയില്ല. അരുവിയിൽ വെള്ളത്തിൻ്റെ ശബ്ദമല്ലാതെ ധർമ്മരാജൻ മറ്റൊന്നും കണ്ടില്ല. അയാൾ അല്പസമയം അവിടെ നിലയുറപ്പിച്ചു. ചുറ്റുപാടും സസൂക്ഷ്മം വീക്ഷിച്ചു. ഒരു അനക്കം പോലും അവിടെ എങ്ങുമില്ല. അയാൾ പതിയെ നടക്കാനാഞ്ഞു. പെട്ടെന്ന് അയാളുടെ മുന്നിൽ എന്തോ വന്നു വീണു. ഇരുട്ടായതിനാൽ എന്താണെന്ന് വ്യക്തമായില്ല. അയാൾ കയ്യിലിരുന്ന വടി ഉപയോഗിച്ച് മണ്ണിൽ പരതി. വടിയുടെ അറ്റത്ത് തടഞ്ഞ വസ്തു കണ്ട് അയാൾ കൈകൊണ്ട് തടവി നോക്കി. അതെന്താണെന്ന് മനസ്സിലാക്കാൻ അല്പസമയം എടുത്തെങ്കിലും അത് കണ്ട് അയാൾക്കൊരു നടുക്കമുണ്ടായി. ഒരു പൊട്ടിയ മൺകുടമായിരുന്നു അത്. അയ്യപ്പനും വർമ്മയും അക്ഷമരായി ധർമ്മരാജനെ കാത്തു നിൽക്കുകയായിരുന്നു. ഭയന്നുപോയ ധർമ്മരാജൻ പൊട്ടിയ കുടം ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഇരുട്ടിലൂടെ അയാൾ വേഗത്തിൽ ഓടുവാൻ തുടങ്ങി. തൻ്റെ പിന്നാലെ ആരോ നടക്കുന്നതായി അയാൾക്ക് തോന്നി. തൻ്റെ പിന്നിൽ കരിയിലകൾ ഞെരിയുന്ന ശബ്ദം അയാൾ കേട്ടു. ഒരു നിമിഷം ഒന്ന് നിന്ന ശേഷം ധർമ്മരാജൻ വെട്ടിത്തിരിഞ്ഞ് പിന്നിലേക്ക് നോക്കി. ആരുമില്ല. നിശബ്ദം. ദൂരെ എവിടെ നിന്നോ ചെന്നായ്ക്കൾ ഓരിയിടുന്ന ശബ്ദം അയാൾ കേട്ടു. അകാരണമായി ഒരു ഭയം അയാളെ വേട്ടയാടി. ധൈര്യം സംഭരിച്ച് വീണ്ടും അയാൾ മുന്നോട്ടു നടന്നു. പൊടുന്നനെ അയാളുടെ തലയ്ക്ക് മുകളിൽ നിന്നും ഒരു കാട്ടുവള്ളി താഴേക്ക് നീണ്ടു. അതൊരു കുടുക്കായി മാറി. അയാളുടെ കഴുത്തിൽ വലിഞ്ഞു മുറുകി. അയാളെയും കൊണ്ടത് മേൽപോട്ടുയർന്നു. ഒരു ആർത്തനാദം അയാളിൽ നിന്നും ഉയർന്നു. പ്രാണൻ പിടയുന്ന വേദനയ്ക്കിടയിൽ അയാൾ കണ്ടു നിലത്ത് ഒരു സ്ത്രീരൂപം. അതെ, ചിരുത. അവളുടെ ജ്വലിക്കുന്ന കണ്ണുകൾ. ധർമ്മരാജനെ കാത്തുനിന്ന് മുഷിഞ്ഞ വർമ്മ കോപാകുലനായി. അയാൾ അയ്യപ്പനെ നോക്കി അലറി. എവിടെ പോയടാ അവൻ? പോയി നോക്കടാ നായേ. കയ്യിൽ ആകെയുണ്ടായിരുന്ന റാന്തൽ വിളക്ക് അവിടെ വെച്ചിട്ട് അവിടെ കിടന്ന ഒരു കാട്ടുവടിയുമെടുത്ത് അയ്യപ്പൻ ധർമ്മരാജൻ പോയ ദിക്കു നോക്കി നടന്നു. കത്തിയെരിയുന്ന റാന്തൽ വിളക്കിൻ്റെ ചുവട്ടിൽ വർമ്മ ഒറ്റയ്ക്കായി.
അയാൾ നിന്നിരുന്ന വടവൃക്ഷത്തിൻ്റെ തലപ്പ് എവിടെ നിന്നോ വന്ന കാറ്റിൽ ആടിയുലയുവാൻ തുടങ്ങി. അതൊരു കൊടും കാറ്റായി രൂപം പ്രാപിച്ചു. റാന്തൽ വിളക്കണഞ്ഞു. കൊടും കാറ്റിൽ വർമ്മയുടെ വസ്ത്രങ്ങളാടിയുലഞ്ഞു. അയാൾ പിന്നിലേക്ക് വേച്ചു വീഴാൻ തുടങ്ങി. അയാൾ അലറി വിളിക്കാൻ തുടങ്ങി, അയ്യപ്പാ, ധർമ്മരാജ, എവിടെയാടാ നിങ്ങൾ? പക്ഷേ അയാളുടെ അലർച്ച ആരും കേൾക്കാനുണ്ടായിരുന്നില്ല. കാറ്റ് ഒരു ചുഴലിക്കാറ്റായി വർമ്മ നിൽക്കുന്നതിൻ്റെ ചുറ്റിനും വലയം ചെയ്തു. അയാൾ ഓടുവാൻ തുടങ്ങി. കൊടും കാട്ടിലൂടെ ഇരുട്ടിൽ അയാൾ തടഞ്ഞു വീണു. ചുഴലിക്കാറ്റ് അയാളുടെ പിന്നാലെ പാഞ്ഞു. ഓടിത്തളർന്ന് അയാൾ മുന്നിൽ കണ്ട ഒരു ഗുഹയിലേക്ക് കയറി. ഗുഹയ്ക്കുള്ളിലൂടെ അയാൾ അലമുറയിട്ടു. പെട്ടെന്ന് ചുഴലിക്കാറ്റ് നിലച്ചു. അയാൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈചേർത്തു. പക്ഷേ ആ ആശ്വാസത്തിന് നിമിഷങ്ങളുടെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഗുഹയ്ക്കുള്ളിൽ അയാളെ കാത്ത് 2 തിളങ്ങുന്ന കണ്ണുകളുണ്ടായിരുന്നു. ചോരയൊലിപ്പിച്ച് നാവുകൾ പുറത്തേക്ക് നീട്ടിയ ഭീമാകാരനായ ഒരു കറുത്ത ചെന്നായ. അതിൻ്റെ കൂർത്ത ദ്രംഷ്ട്രകൾക്കിടയിലൂടെ ചോരയൊലിക്കുന്നുണ്ടായിരുന്നു. വർമ്മയെ നോക്കി അത് ഓരിയിടുവാൻ തുടങ്ങി. ഭയത്താൽ വർമ്മയുടെ സപ്തനാഡികളും തകർന്നു. അയാൾ തിരിഞ്ഞ് ഗുഹയുടെ പുറത്തേക്ക് ഓടി. മുന്നിൽ എന്തോ വന്ന് വീഴുന്ന ശബ്ദം കേട്ട് അയാൾ നിന്നു. അവിടമാകെ ഒരു പ്രകാശവലയം പ്രാപിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് വർമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ആ നടുക്കുന്ന കാഴ്ച അയാൾ കണ്ടത്. തൻ്റെ തൊട്ടു മുന്നിൽ ചോരയിൽ മുങ്ങിയ ഒരു മനുഷ്യ ശിരസ്. അയ്യപ്പൻ്റെ ശിരസായിരുന്നു അത്. ഭീതിയായ അയാളുടെ മുഖം വിവർണമായി. ആ കൊടുങ്കാട്ടിൽ അയാളുടെ നിലവിളികൾ കേൾക്കാൻ ആരുമുണ്ടായില്ല. മുന്നിലുണ്ടായിരുന്ന പ്രകാശവലയം ചുരുങ്ങി ഒരു സ്ത്രീ രൂപമായി മാറി. ചിരുത. അയാൾ നടുങ്ങി വിറച്ചു. എന്നെ ഒന്നും ചെയ്യരുത്, അയാൾ കരഞ്ഞുകൊണ്ട് കൈകൂപ്പി. അവളുടെ ജ്വലിക്കുന്ന കണ്ണുകളെ നേരിടാൻ അയാൾക്കാവുന്നുണ്ടായിരുന്നില്ല. നീയും നിന്റെ കുലവും ഞാൻ മുടിക്കും. കാട്ടിൽ വസിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവരെ നശിപ്പിക്കാൻ വരുന്ന നാട്ടിലെ നിന്നെപ്പോലെയുള്ളവന്മാരെയെല്ലാം കൊന്നൊടുക്കാതെ എനിക്കിനി വിശ്രമമില്ല. ചിരുത കോപത്താൽ വിറച്ചു. വർമ്മ ഗുഹയ്ക്കുള്ളിലേക്ക് തന്നെ ഓടി. അവിടെയുള്ള ഒരു പാറയിൽ കാൽ തട്ടി അയാൾ ഒരു പാറയിടുക്കിലേക്ക് വീണു. ചിരുതയുടെ തീക്ഷ്ണ ദൃഷ്ടിയാൽ ഒരു കൂറ്റൻ പാറ ഇളകി വർമ്മയുടെ പുറത്തേക്ക് വീണു. അയാളുടെ ദിഗന്തം പിളറുമാറുള്ള അലർച്ചയിൽ കാനനം നടുങ്ങി. ചിരുതയുടെ കോപമടങ്ങി. എല്ലാം ശാന്തമായി. ഗുഹയുടെ മുകളിൽ നിലാവ് പരന്നു. അച്ചു, കഴിക്കാൻ വരുന്നില്ലേ നീ? അമ്മായിയുടെ വിളി കേട്ടാണ് അച്ചു പുസ്തകത്തിൽ നിന്നും മുഖമുയർത്തിയത്. ഒരു നെടുവീർപ്പോടെ അവൻ ആ പഴയ പുസ്തകം അടച്ചു. കഥ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത കഥയുമായി വരും വരെ ബായ്.